എൻ്റെ ഫസ്റ്റ് ഫിലിം തന്നെ തുടങ്ങുന്നത് കഴിഞ്ഞു. പ്രതീക്ഷയുള്ളൂ. അതെ, പ്രതീക്ഷ ഈ രീതിയിലാണെങ്കിൽ ഒരു പ്രതീക്ഷയില്ല. നല്ലൊരു നല്ല ഇതിനൊക്കെയുള്ള മരണങ്ങൾ സംഭവിക്കരുത്, ആക്സിഡൻറ്റുകൾ കുറയണം. എല്ലാവരും കായികമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്ന് നല്ലൊരു ആഗ്രഹമാണ്. ഒരു വർഷത്തിന് എനിക്ക് പള്ളിയിൽ പോകണം, ദൈവത്തെ ആരാധിക്കണം. പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കഴിയും. പുതുവർഷം പുതിയ പ്രതീക്ഷകൾ. 2023 വിട, 2024 തുടക്കം. പ്രേക്ഷക അഭിപ്രായങ്ങളിലേക്ക് എന്താണ് പുതിയ വർഷത്തെക്കുറിച്ചുള്ള സങ്കല്പം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നല്ലോണം പോകണം. ഇപ്പം തന്നെ അല്ല, കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളുടെ വർഷമാണോ കോട്ടങ്ങളുടെ വർഷമാണോ? നേട്ടങ്ങളുടെ വർഷം തന്നെയായിരുന്നു. ഒരുപാട് നേട്ടങ്ങൾ. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം തന്നെ തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം. ഇതിലെ വർക്ക് ചെയ്യണേ ഫിലിം കഴിഞ്ഞ വർഷം. ഈ വർഷം കഴിഞ്ഞ വർഷം അതാണ് ഈ വർഷം ഫിലിമിലേക്ക് വന്നത്. പുതിയ എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടോ? പുതിയ അച്ചീവ്മെന്റ് ഈ വർഷം നേടണം. ആയിട്ടുണ്ടോ? പുതിയ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഇതുവരെ ആയിട്ടില്ല. വലിയ പ്രതീക്ഷകളാണ് പുതിയ വർഷം. അതെ, പ്രതീക്ഷകളാണ്. 2023 നാളെ അവസാനിക്കും. മറ്റന്നാൾ മുതൽ 2024. കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? എനിക്ക് പൊതുവെ വളരെ മോശം. അല്ല, 2023 മോശപ്പെട്ട വർഷമാണോ? വളരെ എനിക്ക് മോശപ്പെട്ട വർഷമായിരുന്നു. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചോ? ഒരുപാട് നഷ്ടങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച വർഷമാണ്. പൊതുവിൽ ഈ 2023 പിന്നെ ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയാൻ, എനിക്കിതുവരെ കോവിഡ് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അത് പുതിയ വർഷത്തിനെ കുറിച്ച് എന്താണ് പ്രതീക്ഷ? പുതിയ വർഷം ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നല്ലൊരു വർഷമായിരിക്കും എല്ലാവർക്കും. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു, ഇനി പുതിയത്. പ്രതീക്ഷയുള്ളൂ. അതെ, ഈ വർഷം എല്ലാവർക്കും നന്മയായിരിക്കട്ടെ എന്ന്. കഴിഞ്ഞു പോയ നഷ്ടങ്ങളൊന്നും ഇതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അനുഭവിക്കാനുള്ള അനുഭവിക്കുന്നത്. പുതിയ വർഷം നമ്മളെ ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷ ഈ രീതിയിലാണെങ്കിൽ ഒരു പ്രതീക്ഷയില്ല. നഷ്ടങ്ങളുടെ വർഷമാണ് കടന്നുപോയതല്ലേ? പുതിയ വർഷത്ത് വലിയ പ്രതീക്ഷകളുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. വന്നതിനേഷം പറയാം. ഇല്ല. ജോലി കുറവ്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. കോവിഡ് വന്നതിന് ശേഷം എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അതിനുശേഷം തന്നെ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നഷ്ടങ്ങളാണ് കൂടുതൽ. പുതിയ വർഷത്ത് വലിയ പ്രതീക്ഷ വയ്ക്കാം. എല്ലാവരും നല്ല ഇതിനൊക്കെയുള്ള മരണങ്ങൾ സംഭവിക്കരുത്, ആക്സിഡൻറ്റുകൾ കുറയണം. അങ്ങനെയൊക്കെയുള്ള ചിന്തകളേ ഉള്ളൂ. കഴിഞ്ഞ വർഷം എന്തെങ്കിലും നഷ്ടങ്ങളുടെ വർഷമാണോ നേട്ടങ്ങളുടെ വർഷമാണോ? രണ്ടും ഉണ്ട്. പുതിയ വർഷത്തിൽ എന്താണ് പ്രേക്ഷകരുമായി അത് തന്നെ നല്ലത് വരട്ടെ എല്ലാവർക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യെസ്, കഴിഞ്ഞ വർഷവും എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷം തന്നെയായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച്, മറ്റുള്ളതിനെ കുറിച്ച് എനിക്കറിയാൻ പാടില്ല. അതെ. അപ്പോൾ ഈ വർഷം ഉള്ളതെന്ന് പറഞ്ഞാൽ 2024 തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവരും കായികമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. യെസ്, തീർച്ചയായിട്ടും. നല്ല ഹെൽത്ത്, പിന്നെ സ്പോർട്സ് പരമായിട്ട് എല്ലാ രീതിയിലും മുന്നോട്ട് വരണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, കാരണം ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യമാണ് സമ്പത്ത്. തീർച്ചയായിട്ടും ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമുക്ക് ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ആരോഗ്യം വേണം. അത് മെയിനൊരു ഭാഗം തന്നെയാണ് ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല ആരോഗ്യത്തോട് പുതുവർഷത്തിൽ ആരോഗ്യപരമായി എല്ലാവരും മുന്നേറട്ടെ എന്നാണ്. തീർച്ചയായിട്ടും. പുതുവർഷം എന്നല്ല, ഇനിയിപ്പോൾ എത്രയാണെങ്കിലും ഇനി വരുന്ന വർഷങ്ങളിൽ വരുന്ന തലമുറകൾക്കാണെങ്കിലും നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ലൊരു ലൈഫ് അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ വർഷത്തിന് എനിക്ക് പള്ളിയിൽ പോകണം, ദൈവത്തെ ആരാധിക്കണം. പുതിയ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കഴിയണം. അതാണ് നമുക്ക് ആവശ്യം. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും സന്തോഷമായിട്ട് കഴിയണം. അതാണ് ഈ വരുന്ന വർഷങ്ങളെല്ലാം നമ്മളെല്ലാവരും ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇതുപോലെ 2003 നല്ലതായിട്ട് ആയിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. കഴിഞ്ഞു പോയ വർഷം നഷ്ടങ്ങളുടെ വർഷം അല്ല നേട്ടങ്ങളുടെ വർഷം. ഇനിയും അതുപോലെ ആയിരിക്കട്ടെ. പുത്തൻ പ്രതീക്ഷകളുമായി ഒരു പുതുവർഷം കൂടി 2024 പിറന്നു.
ഏവർക്കും പുതുവത്സര ആശംസകൾ.